ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് സോഷ്യലിസവും മതേതരത്വവും നീക്കണമെന്ന RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാളയുടെ നിർദ്ദേശത്തെ പിന്തുണച്ച് ഉപരാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും അടിയന്തരാവസ്ഥ കാലത്ത് ചേർത്ത വാക്കുകളിലൂടെ ഭരണഘടനയുടെ ആത്മാവിനെ മാറ്റി എന്നാണ് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ പറഞ്ഞത്. ഭരണഘടന മാറ്റാനുള്ള ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യൻ ഭരണഘടനയിൽ മാറ്റം വരുത്തിയതിനെ ചോദ്യം ചെയ്താണ് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ രംഗത്ത് വന്നത്. ഭരണഘടനയുടെ ആമുഖം മാറ്റാൻ കഴിയില്ല. അടിയന്തരാവസ്ഥ കാലത്ത് ആമുഖം ഭേദഗതി ചെയ്തത് ഭരണഘടനാ നിർമ്മാതാക്കളോടുള്ള വഞ്ചനയെന്ന് ഉപരാഷ്ട്രപതി. Who at that time, the darkest period emergency, were in captivity without access to justice system and fundamental rights. ഇന്ത്യക്ക് സോഷ്യലിസ്റ്റിന്റെ ആവശ്യമില്ലെന്നും മതേതരത്വം ഇന്ത്യൻ സംസ്കാരത്തിന്റെ കാതലല്ലെന്നും കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞു. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗും ദത്താത്രേയ ഹൊസബലയുടെ ആവശ്യത്തെ പിന്തുണച്ചു. മോദി 10 തവണ പിറന്നാലും ഭരണഘടനയെ തൊടാനാവില്ലെന്നും RSS ശ്രമങ്ങളെ കോൺഗ്രസ് ചെറുക്കുമെന്നും KC വേണുഗോപാൽ. ആ പൂതി നടക്കാൻ പോകുന്നില്ല. അത്തരം ഒരു ഭേദഗതിയുമായിട്ട് അവർക്ക് വരാനും പറ്റില്ല. ശിവരാജ് ചൗഹാൻ അത് പറയുന്ന സത്യത്തിൽ ഭരണഘടനാ വിരുദ്ധമാണ്. ഒരു കേന്ദ്രമന്ത്രി അങ്ങനെ പറയുന്നത് തീർത്തും ഭരണഘടനാ വിരുദ്ധമായ കാര്യമാണ്. അതേസമയം ഭരണഘടന ഭേദഗതി വരുത്താൻ പാർലമെന്റിന് അധികാരമുണ്ടെന്നും എന്നാൽ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ കഴിയില്ലെന്നും സുപ്രീം കോടതി വിധി പരാമർശിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസ് BR ഗവായ് വ്യക്തമാക്കി. 24 ഡൽഹി.